ഹായ് ഗായസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഒരു Q&A ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ലൈക്ക് നമ്മൾ ലാസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം Jan 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ നമ്മളുടെ പ്രഗ്നൻസി സംഭവം, അതായത് ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് പറ്റിയില്ല. നെക്സ്റ്റ് ഡേ 9th ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിനുശേഷം ഒത്തിരി ആൾക്കാർ കുറേ വിഷസ് ആയിട്ട് വന്നു. കുറേ എന്താ പറയുക, നല്ല നല്ല കാര്യങ്ങൾ, ഇത് ചെയ്യണം അത് ചെയ്യണം, അതിനൊക്കെ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഗൈസ്, പ്രഗ്നൻസിയിൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഗ്യാസ്. ലൈക്ക് ഇങ്ങനെ ബേർപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഒട്ടും എനർജി ഇല്ല, അത് വേറെ വിഷയം. ഞാൻ ഓരോന്നില്ലായിട്ട് വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പ്രേയേഴ്സ് അറിയിച്ചു. ആൻഡ് എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക് യു പറയാണ്. താങ്ക് യു. അതിലടച്ചേക്കടാ. ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് സ്ട്രോബെറി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല ഫ്രഷ്. അടിയിൽ വരുന്ന സാധനം ചീത്തയാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. 1-2 മേലിൽ നല്ല നല്ല സ്ട്രോബെറീസ് വയ്ക്കും, അടിയിലോട്ടേക്ക് അവർ ഇല വെച്ചിട്ടാണല്ലോ. അപ്പോൾ ആ പോർഷനിൽ ഭാഗത്ത് ഇങ്ങനെ ചീത്തയായിട്ടുള്ള സ്ട്രോബെറീസ് ആയിരിക്കും. സോ എനിവേയ്സ്, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ടേക്ക് വരാം. ഞാൻ എൻ്റെ മൈക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് വയ്യ റീഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒട്ടും എനർജി ഇല്ല. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഒത്തിരി ആൾക്കാർ ഞാൻ Q&A ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേലും നിങ്ങൾ ഒത്തിരി ആൾക്കാർ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായി. അതൊക്കെയാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആൻഡ് ബിഫോർ ദാറ്റ്, നിങ്ങൾക്ക് എന്താണ് ഞാൻ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് ചെയ്ത് കാണാൻ താല്പര്യം? ലൈക്ക് സ്കിൻ കെയർ ആണോ, അല്ലെങ്കിൽ വ്ളോഗാണോ, എങ്ങനത്തെ വീഡിയോസാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എനിക്കറിയത്തില്ല അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടാവുമോ എന്നുള്ളത്. ഞാൻ ഭയങ്കര എനർജി ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എല്ലാ സമയം ഏകദേശം ഈ ഒരു മോഡിലാണ്. അപ്പം പറ്റുന്ന ടൈമിൽ നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാർക്കുള്ള കൺഫ്യൂഷൻസ്, എത്രാമത്തെ മന്തിലാണ് ഇരിക്കുന്നത്, പിന്നെ എവിടെ, ലൈക്ക് റിയാക്ഷൻ വീഡിയോ എവിടെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, റിയാക്ഷൻ വീഡിയോ ഞാൻ എടുത്തിട്ടേ ഇല്ല. എന്താ പറയുക, ഞാൻ എനിക്കിപ്പോഴും ഒരു വ്ളോഗർ മൈൻഡ് സെറ്റ് വന്നിട്ടില്ല. ഞാൻ എന്താ പറയുക, ഒരു എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരു സ്റ്റേജിലായിരുന്നു. കുറേ ഇമോഷൻസ്, കുറേ കാര്യങ്ങൾ മനസ്സിലൂടെ. ആൻഡ് എന്താ പറയുക, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു എല്ലാവരുടെ റിയാക്ഷനും എടുത്ത് വയ്ക്കുന്ന വീഡിയോ വേണം, അങ്ങനത്തെ ഒരു തോട്ടേ ഉണ്ടായിരുന്നില്ല. ഞാനിത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോഴേലും പറഞ്ഞിട്ടുണ്ടായി, ഡാ റിയാക്ഷൻ വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കി, ക്യൂട്ടായിരിക്കും, നമുക്ക് പിന്നീട് കാണുമ്പോഴേലും നല്ല രസമായിരിക്കും എന്നൊക്കെ. പക്ഷേ എനിക്ക് എന്തോ ആ ഒരു സാഹചര്യത്തിൽ എല്ലായിടത്തും കൂളായിട്ട് ഇങ്ങനെയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതാണ് സംഭവം എന്ന് പറയാനായിരുന്നു ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ. മാത്രമല്ല എനിക്കെന്തോ ആ ഒരു സ്റ്റേജിൽ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് റിയാക്ഷൻ വീഡിയോ ഇല്ല. ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹരിയുടെ അടുത്താണ്. ഹരി, ലൈക്ക് എനിക്കൊരു ഡൗട്ടുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. സോ നമ്മൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു, ടെസ്റ്റ് ചെയ്ത് നോക്കി വീട്ടിൽ. അപ്പോൾ പോസിറ്റീവായിരുന്നു. പോസിറ്റീവായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അവിടെ നിന്ന് യൂറിൻ ടെസ്റ്റ് കാര്യങ്ങൾ നോർമൽ ആസ് യൂഷ്വൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, കൺഫേം ആയി. ഇപ്പം ഞാൻ എത്രാമത്തെ മന്തിലാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 5th മന്തിലാണ് ഉള്ളത്. അതായത് ഓൾമോസ്റ്റ് 19 വീക്സും കുറച്ച് ഡേയ്സും. ഇന്ന് ഞാൻ 5th മന്ത് നോർമലി സ്കാനൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുക. അപ്പോൾ എന്നൊരു 10 ഡേയ്സ് കൂടെ കഴിഞ്ഞിട്ട് 10 ഡേയ്സ് കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പോയിട്ട് ഒരു സ്കാൻ കൂടെ എടുക്കാനുണ്ട്. കൊച്ച് തിരിഞ്ഞു വന്നില്ല. കുറേ നേരം ട്രൈ ചെയ്തു, ചോക്ലേറ്റ് കഴിച്ചു നോക്കി, വെള്ളം കുടിച്ച് നോക്കി, കുറേ നടന്നു നോക്കി. തിരിഞ്ഞു വരാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പോയിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴേലും കുറച്ചും കൂടെ വലുതാവുമല്ലോ ബേബി, അപ്പം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. വേറെ ടച്ച് വുഡ് പ്രശ്നങ്ങളൊന്നുമില്ല. ടച്ച് വുഡ് ദൈവമേ, ഓക്കെ. അങ്ങനെ അപ്പം ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. 5th മന്തിലാണ്, 19th വീക്കിലാണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. നിങ്ങൾ ആ പാട്ട് കേട്ട പോലെ ജൂൺ ജൂലൈ മാസത്തിൽ ജൂണിലാണ് വരുന്നത്.
പിന്നെ മെയ് ലാസ്റ്റ് വീക്ക് ഓരോ സ്കാനിലിങ്ങിന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഡേറ്റ്സ് വരുന്നത്. മെയ് ലാസ്റ്റ് തൊട്ട് ജൂൺ ഫസ്റ്റ് വീക്ക് അതാണ് നമ്മളുടെ ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ഓരോന്നായിട്ട് പറയാം. എത്ര മന്തായി ചേച്ചി, ഫാമിലി റിയാക്ഷൻ എന്തായിരുന്നു, റിവീൽ ചെയ്യാൻ ലേറ്റ് ആയതിൻ്റെ റീസൺ എന്താ? പിന്നെ റിവീൽ ചെയ്യാൻ ലേറ്റ് ആയതിൻ്റെ റീസൺ ഒന്നും ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി. റിവീൽ ചെയ്യാൻ ലേറ്റ് ആയതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പോട്ടെ, എങ്ങനെ പോട്ടെ, ഞാനൊരു 7th month ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേലും അനൗൺസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അനൗൺസ് ചെയ്യുക അങ്ങനത്തെ ഒരു തോട്ടിലല്ല. ലൈക്ക് ഓഫ് കോഴ്സ് അന്നേരം ആൾക്കാർക്ക് മനസ്സിലാവും നമുക്ക് അത്യാവശ്യം ബേബി ബമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അങ്ങനെ അല്ലാതെ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ആ ഒരു രീതിയിലല്ല. അങ്ങനെ പിന്നെ ഇപ്പം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിപ്പം വീഡിയോസ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുമുണ്ട് എൻ്റെ അടുത്ത് പേഴ്സണലി ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചു, ചേച്ചി ഇപ്പം എന്താ ഡെയിലി വീഡിയോസ് വരാത്ത, എന്താ സംഭവം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യ. ഫസ്റ്റ് 3 months ഭയങ്കര ഛർദിയായിരുന്നു. ലൈക്ക് ഞാൻ അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഒരു 10 days മുൻപ് വരെയ്ക്കും എനിക്ക് ഭയങ്കര ഛർദിയായിരുന്നു. അതായത് ഡിസംബർ 2024 ഡിസംബർ വരെയ്ക്കും എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരു സമാധാനമില്ലാത്ത ഛർദിയായിരുന്നു. ഒരു ദിവസം 4-5 പ്രാവശ്യമൊക്കെ പോയിട്ട് ഛർദിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്സ് എടുത്തു. അങ്ങനെയൊക്കെ എൻ്റെ ഡേയ്സ് അങ്ങനെയായിരുന്നു മുഴുവനായിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു സ്ട്രഗിൾ കൊണ്ട് ഞാൻ വിചാരിച്ചു ശരി 5th month ഒക്കെ ആകുമ്പോഴേലും പറയാം. പിന്നെ എല്ലാവരും വീട്ടിൽ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു, പറയണോ വേണോ എന്നുള്ള കൺഫ്യൂഷനിലുണ്ടായിരുന്നു. അപ്പം ഹരി പറഞ്ഞു എന്തിനാ ലേറ്റ് ആക്കുന്നത്, കുഴപ്പമില്ല എന്നുള്ള. പിന്നെ വന്നപ്പോഴേലും കല്യാൺ ചേച്ചി, രവീന, നെറിൻ, ഇതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നേക്കാളും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്കിപ്പം വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ എന്താ പറയുക, എങ്ങനെ എടുക്കണം, ഏതെടുക്കണം എന്നുള്ള പ്ലാൻ, ഈ പറഞ്ഞതുപോലെ ഒരു പ്ലാനും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്കറിയണ്ടായില്ല. എനിക്കെല്ലാം പറഞ്ഞു തന്ന് കല്യാണ ചേച്ചിയും രവീനൊക്കെയാണ്. ഇങ്ങനെ ഉണ്ട്, നെറിനും ഉണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടിട്ടില്ല, ആ വീഡിയോ ബലൂൺ പൊട്ടിക്കുന്ന, അങ്ങനെ അവരെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ തന്നെ എത്ര തവണ കണ്ടുവെന്ന് അറിയോ വീഡിയോ. എനിക്കറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലൈക്ക് എന്നെ അങ്ങനെ പോലും റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പോലും ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓൾ താങ്ക്സ് ടു രവീന ആൻഡ് കല്യാണി. രവീനൊക്കെ തൂക്കിയിട്ടടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ സ്റ്റെപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ലാസ്റ്റ് ടൈം ഡാൻസ് കളിക്കാൻ നേരത്ത് എനിക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കാണ് വരും. അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം വലിയ പാടുണ്ടായിരുന്നില്ല. ഞാൻ ഓക്കെ നെറിനെ പഠിപ്പിച്ചോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കോളാം എന്നുള്ള മട്ടിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയ്തായിരുന്നു വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ബർത്ത്ഡേനെ പറ്റിയിട്ടും പറയണം കേട്ടോ. Jan 8th ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരാരും വരും എന്നുള്ള. പിന്നെ അവർ ഓൾറെഡി ഫുൾ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, എന്നെ സർപ്രൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അച്ഛൻ കൊളാക്കി കൈ കൊടുത്തു. കാര്യം എന്താ പറഞ്ഞാൽ അച്ഛനൊരു ടെൻഷനായിരുന്നു. അഥവാ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് അവർ രാവിലെ 3 മണിക്കൊക്കെ എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയനും ഹരിയുമായിട്ടായിരുന്നു കോർഡിനേറ്റ് ചെയ്യുന്നത്. അതായത് എൻ്റെ അനിയൻ ഹരിയുമായിട്ട് അപ്പോൾ അവർ രണ്ടാളുമായിട്ടായിരുന്നു സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ അച്ഛൻ്റെ പേടിയായി. രാത്രി അവർ വരുമ്പോഴേലും 3 മണിക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം ഡീപ്പ് സ്ലീപ്പിലായിരിക്കുമല്ലോ. അപ്പം വന്ന് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടുമോ, ഒരു ഓവർ ഇമോഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി, ആ ഒരു രീതിയിൽ ഈവൻ അമ്മയ്ക്കും നല്ല പേടിയുണ്ടായിരുന്നു. അമ്മയും അച്ഛനും കൂടെ ഡിസ്കസ് ചെയ്തു പറയണോ അല്ലെ. അമ്മ പറഞ്ഞതേ ഉള്ളൂ, അമ്മയുടെ പേടി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, അമ്മ പറഞ്ഞൊന്നുമില്ല. പക്ഷെ അച്ഛനും അപ്പം തന്നെ മോളെ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, പക്ഷേങ്കിൽ നീ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ അച്ഛൻ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ അവസാനം എനിക്ക് മനസ്സിലായി ഇവരാണ് വരുന്നതെന്നുള്ളത്. അപ്പം ഞാൻ അവരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് പോയി. അവർ വരുന്നു എന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കമുണ്ടായില്ല കേട്ടോ. കാര്യം അവരവിടെ നിന്ന് കൊല്ലത്തുനിന്നും എറണാകുളത്തു നിന്നൊക്കെ എനിക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് വടകര വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത്യാവശ്യം നല്ല വർക്ക് ലോഡ് ഉണ്ട്.
ഇപ്പം ഡെയിലി വ്ളോഗേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഡെയിലി കോണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഈവൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും അതൊരു കോണ്ടന്റ് ആണെങ്കിലും അല്ലാതെ നമുക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറ്റി വെച്ച് എനിക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി വന്നതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ശരിക്കും. എല്ലാവരും ലൈക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബർത്ത്ഡേ സർപ്രൈസ് അതായിരുന്നു. പിന്നെ ഷിംലയിൽ പോയപ്പോഴേലും അവർ ഒരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായി. ഞാനിപ്പോൾ എടുത്തു പോയി കാണിക്കുന്നില്ല. എനിക്ക് ഇവിടെ ഞാൻ താഴെയാണ് ഇരുന്നേക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ പൊസിഷൻ കണ്ട, ഇത് സോഫയാണ്. സോഫയുടെ തൊട്ട് താഴെ തന്നെ ഒരു ബെഡ് മടക്കി വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴാണോ ക്ഷീണം വരുന്നത് അവിടെ കിടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആണല്ലോ എൻ്റെ സ്റ്റുഡിയോ. അപ്പോൾ ഈ റൂമിൽ തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുക. അപ്പോൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ എഴുന്നേറ്റ് പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു അരമണിക്കൂറിലേക്ക് ഈ സംഭവമായിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ഇരിക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും പറ്റുവാണെങ്കിൽ ഞാൻ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചുതരാം. എനിക്കൊന്ന് രവീനയുടെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു ക്യൂട്ടായിട്ടുള്ള വുഡൻ ബോക്സ്, മേലെ ഷിംല എന്ന് ഒരു ഗോൾഡൻ കളറിൽ എഴുതിയിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഉള്ളിലൊരു ഒരു കോട്ടുള്ള ഒരു സംഭവവും പിന്നെ ഒരു പെന്നും ഒരു കോംബോ ആയിരുന്നു. വുഡൻ്റെ സംഭവങ്ങളായിരുന്നു. പിന്നെ സയ്യിദ് ഇപ്പം അടുത്ത് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുമ്പോഴേലും ചോക്ലേറ്റ്സും അതേപോലെ തന്നെ ഒരു പെർഫ്യൂമും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഏറ്റവും വലിയ സർപ്രൈസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇന്നായിരിക്കും ഒരു ഞാൻ എപ്പോഴും ഫ്രണ്ട്ഷിപ്പിൽ അൺലക്കിയാണ്. ഞാനങ്ങനെ എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ടാണ് എനിക്ക് നല്ല നല്ല ഫ്രണ്ട്ഷിപ്സും അല്ലെങ്കിൽ ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഒരു എന്താ പറയുക, അതങ്ങനെയാണ്, കൂടുതൽ സംസാരിക്കണ്ട. അപ്പോൾ എനിക്ക് അവർ വന്നത് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്കൊരു എക്സ്ട്രാ വേറൊരു ഗിഫ്റ്റുമായിട്ട് അവർ വരും, അല്ലെങ്കിൽ അവർ എന്താ പറയുക എനിക്ക് എന്തെങ്കിലുമൊക്കെ വേറെ. ഓഫ് കോഴ്സ് ഷിംല എന്നുള്ള സാധനം ഉണ്ടായി. പിന്നെ എനിക്ക് ചോക്ലേറ്റ്സ് ഒന്നും അവർ അവിടെ നിന്ന് ഇവിടെ വന്നത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ഗിഫ്റ്റ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. അപ്പോഴേലും പെട്ടെന്ന് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോഴേലും എനിക്ക് എല്ലാവരും കൂട്ടിയിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് തന്നു കേട്ടോ. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഭയങ്കര സങ്കടമായി. കുറേ ഇമോഷൻസ് ഒരുമിച്ച് ചടപടപടപടപടയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ എല്ലാത്തിനും താങ്ക്ഫുള്ളാണ്, ഞാൻ എല്ലാത്തിനും ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെന്തായിരുന്നു, അത് തന്നെ എൻ്റെ ബർത്ത്ഡേ. ഏകദേശം നിങ്ങൾക്കൊരു പിക്ചറൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് സംസാരിച്ചോ, ഇത് ഭയങ്കര ലെങ്തി വീഡിയോ ആവുമോ എന്ന് എനിക്കൊരു സംശയം. ഓഫ് കോഴ്സ് Q&A ആണല്ലോ, കുഴപ്പമില്ല അല്ലേ. അപ്പോൾ അതായിരുന്നു അത്. പിന്നെന്തായിരുന്നു, റിവീൽ ചെയ്യാൻ ലേറ്റ് ആയതിൻ്റെ റീസൺ ഇതൊക്കെയായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. പേടി ഇൻ ദ സെൻസ് പറയണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാം എന്നുള്ളത്. പിന്നെ ഫസ്റ്റ് 3 months ഫുൾ ഛർദിയായിരുന്നു. ഛർദി. എനിക്ക് ഓരോരോ പോയിന്റിൽ എനിക്കിങ്ങനെ ഫീൽ ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ കണ്ടേക്കുന്നത്, അത് എൻ്റെ കസിൻ്റെ ആണ് ഞാൻ ആകെ കണ്ടേക്കുന്നത്. നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ എൻ്റെ ഇളയമ്മമാർ അല്ലെങ്കിൽ അമ്മായിമാരൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത്ര നമ്മൾ ആലോചിച്ചോ ഇങ്ങനെയാണ് ഈ ഫേസ് എന്നൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ കുറച്ച് വലുതായ ശേഷം കണ്ടേക്കുന്ന ഒരേ ഒരു സംഭവം എൻ്റെ കസിൻ്റെ ആയിരുന്നു. ലൈക്ക് ആ ഒരു ഫേസ്. അവൾക്ക് ഛർദി ഉണ്ടായിരുന്നില്ല, അവൾ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പ്രഗ്നൻസി ടൈമിലുണ്ടായിരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലാതെ അവൾക്ക് വേറെ ഇതുപോലെ ഛർദി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഛർദി വന്നപ്പോഴേലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഛർദിക്കുക, സ്മെല്ല് ഒട്ടും പറ്റത്തില്ല. സ്മെല്ല് എനിക്ക് ഛർദീനേക്കാളും എന്നെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട്, അതായത് എനിക്ക് ഒരു സമാധാനം തരാണ്ടിരുന്ന സാധനം സ്മെല്ലാണ്. ചെറിയ സ്മെല്ല് ഇങ്ങനെ പോയാൽ മതി. പിന്നെ എനിക്ക് 1/4 മണിക്കൂറിലോട്ടേക്ക് ഇങ്ങനെ വരും. നമ്മൾ രാവിലെ കഴിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്രഷ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെന്താ പറയുക, ഒന്നും മുട്ട ഞാൻ കഴിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡിൽ നിന്ന് കഴിച്ചാൽ മതി, എനിക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു സംഭവങ്ങൾ. അതൊക്കെ ഒന്ന് മാറി വന്നതേ ഉള്ളൂ. അതിനുശേഷം ഇപ്പം എനിക്ക് എന്താ പറയുക, അത് മാറി, ഛർദി മാറി കുറച്ച് ദിവസം ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു, അത്യാവശ്യം. ഓക്കെ, ഇപ്പം ഞാൻ തിരിച്ചും ഒരു ഭയങ്കര ക്ഷീണം ഫേസ് പൊയ്ക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഛർദി ആയപ്പോഴേലും ഛർദിയുടെ പറഞ്ഞല്ലോ, ഛർദി കഴിഞ്ഞപ്പോഴേലും എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. ഇങ്ങനെ ഇരുന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ എനർജി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് ഒന്നിനും വയ്യാത്തൊരവസ്ഥയിലാണുള്ളത്. വൈകുന്നേരം ആകുമ്പോഴേലും വിശക്കും. ഒരു 6 മണിക്ക് ശേഷം, രാവിലെ തൊട്ട് ഉച്ചവരെയും വലിയ വിശപ്പൊന്നുമില്ല. വൈകുന്നേരം 6 മണിക്ക് ശേഷം എങ്ങനെ കഴിച്ചാലും വിശപ്പ് മാറത്തില്ല.
അങ്ങനത്തെ ഒരു ഇതില്ല പോകുന്നത്. മുൻപ് ഭയങ്കര വെയിറ്റ് ലോസിൽ പൊക്കോണ്ടിരുന്നതാണ്. 54 48 49 ആ ഒരു ലെവലിലെത്തി. അവിടെ നിന്ന് എന്നെ ഡോക്ടറൊക്കെ ചീത്ത വിളിച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ എന്തെങ്കിലുമൊക്കെ കുറച്ചായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നാലും ശരിയായിട്ടില്ല, അതൊക്കെ ഒരു സൈഡിലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ റിവീൽ ചെയ്യാൻ വൈകിയതും. അങ്ങനെ വേറെ കുറേ ചോദ്യങ്ങൾക്കുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചിയുടെ ഹൈറ്റ് എത്രയാ, എത്ര മന്തായി, ഫേവറേറ്റ് കളർ ഏതാ, ഡ്രസ്സ് ഏതാ? ഇപ്പം എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഡ്രസ്സാണ്. ബിക്കോസ് സ്കാൻ ചെയ്യാനൊക്കെ നമ്മൾ കുർത്താ സെറ്റൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ മാത്രമല്ല ഇങ്ങനത്തെ ഡ്രസ്സ് നമ്മൾ ഇടുമ്പോഴേലും കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും, കുറച്ച് ലൂസാണ്, കോട്ടൺ ആണ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക കോട്ടൺ ആണ്. എനിക്ക് ഒരു കുറച്ച് ലൂസായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനത്തെയാണ് ഞാൻ കുറച്ചും കൂടെ ചൂസ് ചെയ്യാറ്. ഹൈറ്റ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ലടാ. ഞാൻ ഈ ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് 3rd മന്ത് സ്കാൻ സമയത്തല്ല, വേറെ എന്തോ ചെയ്യാൻ നേരത്ത് ഞാൻ ഹൈറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഹസ്ബൻഡ് ജോബ് എന്താ, ചേച്ചിയുടെ ഏജ് എന്താ, ഹസ്ബൻഡ് ഏജ്, ചേച്ചി ജോബ് ചെയ്യുന്നുണ്ടോ, എന്തുവരെ ആണ് പഠിച്ച്? പുതിയ സബ്സ്ക്രൈബറാണ്. ഓക്കെ. ഹസ്ബൻഡിൻ്റെ ജോബ് വന്നിട്ട് എൻജിനീയറാണ്, സിവിൽ എൻജിനീയറാണ്. ഇപ്പോൾ തായ്ലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഏജ് വന്നിട്ട് 28 കഴിഞ്ഞു, ഇപ്പം 29 ആണ്. ഹസ്ബൻഡിൻ്റെ ജോബ് വന്നിട്ട് ഹസ്ബൻഡ് ജോബ് പറഞ്ഞല്ലോ, ഹസ്ബൻഡ് ഏജ് വന്നിട്ട് 30 ആണ്, എന്നെക്കാട്ടും ഒരു വയസ്സ് മൂത്ത. പിന്നെ എൻ്റെ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫുൾ ടൈം വ്ളോഗറാണ്. ഞാനും സിവിൽ എൻജിനീയറിങ് കഴിഞ്ഞതാണ്, വർക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് മാസം വർക്ക് ചെയ്തിട്ടുണ്ട്, ഭയങ്കര പ്രൊഫഷണലായിട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. ഐ ലവ് യു ചേച്ചി, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചേച്ചിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലവ് യു ചേച്ചി. ഒന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് വിഷസ് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. നക്ഷത്ര പ്രേം, താങ്ക് യു സോ മച്ച് ഡാ. പിന്നെ ചേച്ചി ലൈഫിൽ അനുഭവിച്ച വലിയ പ്രശ്നം എന്താ, അതുപോലെ ഏറ്റവും ഹാപ്പി മൊമെൻറ്റ് ഇൻ യുവർ ലൈഫ്? ചേച്ചിയുടെ ഹസ്ബൻഡ് വീഡിയോസിൽ കുറവാണല്ലോ, അതും ഒരു ചോദ്യമാണ്. ഓക്കെ. ഹസ്ബൻഡ് വീഡിയോസിൽ കാണാത്തതിൻ്റെ ഒരു റീസൺ, അവൻ തായ്ലൻഡിലാണ് ഉള്ളത്, ഞാനിവിടെ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ആ വീഡിയോ എടുത്ത് ശീലിച്ച് എനിക്കപ്പം ഈ ഒരു സെറ്റപ്പിൽ വീഡിയോ എടുത്ത് എനിക്ക് കുറച്ച് എന്താ പറയുക, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ശീലിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്ന് പോയി കഴിഞ്ഞാൽ എനിക്കത് ഒന്നെല്ലാം സെറ്റാക്കി വരണമെങ്കിൽ എനിക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും കുറേ ദിവസങ്ങളും മാസങ്ങളും എടുക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ മടിയായിരിക്കും. അതായത് ഒരു വർക്ക് സ്പേസിൻ്റെ ആ ഒരു ഫീല് വരത്തില്ല. ഇവിടെ ഞാനൊരു റൂം ഇതേപോലെ എൻ്റെ എന്താ പറയുക ഒരു സ്റ്റുഡിയോ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റൂമിൽ വരുമ്പോഴെങ്കിലും എനിക്കൊരു ബോധം വരും, വീഡിയോ എടുക്കണം, വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ വയ്യാണ്ടിരിക്കുവാണെങ്കിൽ പോലും ഞാൻ ഫോഴ്സ് ചെയ്യല്ല ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല, നമുക്ക് ഐഡിയാസായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. എല്ലാത്ത കേസിലും ഞാൻ എന്നെ ഫോഴ്സ് ചെയ്യേണ്ടി വരും. എനിക്ക് വയ്യായിരിക്കും, എന്ത് ചെയ്യാനാ, അവിടെ നിന്ന് ചെയ്യണോ ഇവിടെ നിന്ന് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇവിടുന്ന് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെയാണ് ലൈക്ക് എല്ലാത്തിലും കംഫർട്ടബിൾ എനിക്ക് ഇവിടെയാണ്. പിന്നെന്തായിരുന്നു, ഹസ്ബൻഡിന് എന്താ കാണിക്കാത്ത, അവൻ ഹരി തായ്ലൻഡിലാണ് ഉള്ളത്, അതുകൊണ്ട് അവൻ എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റാത്ത. അവിടെ പോകുമ്പോൾ ഉള്ള വീഡിയോസിലൊക്കെ അവനെ ഞാൻ കാണിച്ചിട്ടുണ്ട്, വ്ളോഗിലും അങ്ങനെ കുട്ടിയായിട്ട്. ഞാനങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ആരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതുവരെയ്ക്കും. എനിക്കൊന്നും അവനെയൊക്കെ എന്നാലും കാണിച്ചിട്ടുണ്ട് ഞാൻ. അച്ഛനമ്മ, ഹരിശ്രീ, അങ്ങനെ അവരൊക്കെ ഭയങ്കര കുറവായിട്ട് അവിടെ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ആർ യു എക്സ്പെക്റ്റഡ് ദ സിറ്റുവേഷൻ ആൻഡ് ഹൗ ഇസ് ഇറ്റ്? പ്രഗ്നൻറ്റ് ജേർണി ഷെയർ ചെയ്യാമോ? ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഗൈസ്. നമ്മൾക്ക് ഓഫ് കോഴ്സ് ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ പ്ലാനിങ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പ്ലാനിങ് വേറെ ആയിരുന്നു, ദൈവത്തിൻ്റെ പ്ലാനിങ് വേറെ ആയിരുന്നു. ഞാൻ ഇതറിയുമെങ്കിൽ ഞാൻ എൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റിൽ. സെപ്റ്റംബറിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഓഗസ്റ്റ് 8 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തന്നെ സെപ്റ്റംബർ ആയപ്പോഴേലും ബിസിനസ്സിന് ഷട്ടർ ഇടേണ്ട അവസ്ഥയായി. ബിക്കോസ് എനിക്ക് ഫിസിക്കലി ഒട്ടും വയ്യ, ഭയങ്കര ബുദ്ധിമുട്ടുകളും. സ്റ്റാർട്ടിങ് തൊട്ട് ഛർദിയെന്നല്ല, ആ ഒരു സെപ്റ്റംബർ മന്ത് ട്രാവലും ഹരിയുടെ അടുത്ത് ആയിരുന്നു തായ്ലൻഡിൽ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ട്രാവലിൻ്റെ ക്ഷീണം അതൊക്കെ കഴിഞ്ഞ് ഒക്ടോബർ ഒക്കെ ആയപ്പോഴേലും സെറ്റായി. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ക്ഷീണമായിരുന്നു ആദ്യം, ഇനീഷ്യൽ സ്റ്റേജിൽ ക്ഷീണമായിരുന്നു, അതിനുശേഷമാണ് ഛർദി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്കത് കുറച്ച് നാളത്തേക്ക് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. കാര്യം ഞാൻ കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്.
ഞാൻ ഭയങ്കര പ്ലാൻ ചെയ്ത് 2024 എൻ്റെ വിഷൻ ബോർഡിൽ മെയിൻ സാധനമായിരുന്നത്. 2022 അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. 2023 ഞാൻ ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നതും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ. അവിടെ നിന്ന് ഞാൻ അത്രയും ആഗ്രഹിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 2024 ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് വെരി സൂൺ പറ്റാവുന്ന പോലെ ഞാൻ നമ്മളുടെ 8x8 ആയിട്ട് ഞാൻ വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ, വലിയ രീതിയിലൊന്നുമില്ല, അതിൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് എൻ്റെ യൂട്യൂബും അതേപോലെ തന്നെ ബിസിനസ്സും എല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു സൈഡിൽ എനിക്ക് ഓഫ് ആക്കണം എന്ന് തോന്നി. അതുകൊണ്ട് അത് ഞാൻ ഓഫ് ചെയ്തു. കാര്യം സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. ഇത് ഞാൻ 5 വർഷം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ അതെനിക്ക് അങ്ങനെ അയ്യോ ഇതെന്താ കുഴപ്പമില്ല, വയ്യെങ്കിൽ എന്നാ വീഡിയോ എടുക്കണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് പറ്റത്തില്ല. അതെനിക്ക് ഒരു 1-2 ദിവസം എനിക്ക് മേ ബി വീഡിയോ എടുക്കാണ്ടല്ല, അതിനെപ്പറ്റി ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോൾ എങ്ങനെ പോയാലും ഒരു ദിവസം ഞാനൊരു 10-20 പ്രാവശ്യം ഞാൻ ഈ യൂട്യൂബിനെ പറ്റിയിട്ട് എൻ്റെ വീഡിയോസിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് വീഡിയോസ് എടുക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാനസിക സംഘർഷം തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് ഞാൻ അവിടെ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് മെല്ലെ സ്മൂത്തായിട്ട് പറ്റാവുന്ന പോലെ ഞാൻ സ്ട്രെസ് ചെയ്യുന്നില്ല. ബിക്കോസ് എൻ്റെ അടുത്ത് മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായി കൂടുതൽ സ്ട്രെസ് ചെയ്യരുത്. എനിക്ക് പ്രഗ്നൻസിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് ഹാനയാണ്. അവളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഹരിയുടെ അടുത്ത് പറഞ്ഞു, വീട്ടിൽ പറഞ്ഞ ശേഷം ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്രണ്ട് അവളാണ്. അവളുടെ അടുത്ത് ഞാനിങ്ങനെ സംഭവം പറഞ്ഞു. അവൾ തന്നെ എന്താ പറയുക, എന്തൊക്കെ ഹെൽപ്പ് വേണോ ലൈക്ക് ആ ഒരു രീതിയിലൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം ഞാൻ രവീന കല്യാണി, അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവരൊക്കെ എനിക്ക് ഒരുപാട് അഡ്വൈസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ തട്ടിയും മുട്ടിയും ഇപ്പം പോകുന്നു. എനിക്ക് ഈ ലൈറ്റ് അടിച്ചിട്ട് എനിക്ക് ചെറുതായിട്ട് തല കിണങ്ങുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി, ഹൗ ഡിഡ് ദിസ് ബോണ്ടിങ് ഹാപ്പൻ? എല്ലാവരുടെയും ഒരു നല്ല കാര്യം പറയാമോ? സോ ബേസിക്കലി ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, ഫ്രണ്ട്സ് ആവണം അങ്ങനത്തെ ഉള്ള രീതിയിൽ ഫ്രണ്ട്സ് ആയതൊന്നുമല്ല. നമുക്ക് ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു മുംബൈയിൽ. അപ്പോൾ എനിക്ക് ഈ ലൈറ്റ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. പക്ഷെ കുഴപ്പമില്ല, അതില്ലാണ്ട് ചെയ്യാനും പറ്റത്തില്ല. മുംബൈയിലൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതെന്തോ ഞാൻ സ്കൂൾ യൂണിഫോം ഇട്ടതുപോലെ ഉണ്ടല്ലേ, ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ മുംബൈയിലൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പോകണം. നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യില്ല ആരൊക്കെയാണ് വരുന്നത്, ഇങ്ങനെ ഓരോരോ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനെ ആ ടൈമിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പിന്നെ എനിക്ക് നെറിനെയും സൈദിനെയും കുറച്ച് മുൻപ് തൊട്ട് അറിയായിരുന്നു. സൈദിനെയാണ് എനിക്ക് ഫസ്റ്റ് അറിയുന്നത്. സൈദാണ് നമുക്ക് എന്താ പറയുക ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിച്ച് ഒരു അത്യാവശ്യം ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ക്രിയേറ്റർ. ബാക്കി എല്ലാ ആൾക്കാരും ചില ആൾക്കാർ വന്നിട്ട് നമ്മൾ യൂഷ്വൽ അങ്ങനെ ഹായ് ബായ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സയ്യിദ് അത്യാവശ്യം നല്ല രീതിയിൽ കമ്പനിയായി. അതിനുശേഷം നെറിന് ഞാൻ അങ്ങോട്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കില്ല. അങ്ങനെ മെസ്സേജ് അയച്ച് ഇൻസ്റ്റാ ത്രൂ ആണ് കേട്ടോ പറയണം. അങ്ങനെ ഓണായി. അവിടെ നിന്ന് പോകുന്നുണ്ടോ മുംബൈയിലോട്ടേ. അതിനേക്കാളും ഞാൻ തായ്ലാൻഡിലുള്ള സമയത്ത് ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അത് ഓൾമോസ്റ്റ് ഞാൻ പോവാൻ പറ്റും എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷെ എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ഡൽഹിയിലെ ആ ഒരു എന്താ പറയുക നമ്മുടെ ഇവൻറ്റും കഴിഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിലോട്ടേക്ക് വരാനുള്ള എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ടിക്കറ്റ് കുറച്ച് മാറ്റി ബാക്കിലോട്ടേക്ക് ആക്കാൻ പറ്റുമോ നോക്കിയപ്പോഴേലും ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലാണ്ട് വേറെ ഇല്ല. കാര്യം ഭയങ്കര ഈ ടിക്കറ്റ് ചാർജും അത് നമുക്ക് തിരിച്ചും ബുക്ക് ചെയ്യണം. ആ ഒരു ടിക്കറ്റ് ചാർജ് വരും. പിന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് ഞാൻ ഡൽഹി പോകേണ്ടതും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ സെക്കൻഡ് മുംബൈയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു
നമ്മൾ എയർപോർട്ടിൽ നിന്ന് കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈം എല്ലാവരെയും കാണുന്നത്. സയ്യിദ് എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു, അവനെ മാത്രമേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ എല്ലാവരെയും നേരിട്ട് കാണുന്നത് ഞാൻ എയർപോർട്ടിൽ നിന്നായിരുന്നു. അവിടുന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് വലുതായിട്ടൊന്നും ഷെയർ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കണ്ടു. ഞാനും കല്യാണ ചേച്ചിയായിരുന്നു ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോയി ഫസ്റ്റ് ഷോപ്പിംഗ്. കല്യാണ ചേച്ചിക്ക് അങ്ങനെ എന്താ പറയുക, നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രിപ്പിൾ അങ്ങനത്തെ സംഭവമില്ല. കല്യാണ ചേച്ചി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-20 വർഷമായിട്ട് കണ്ട പരിചയമായിരിക്കും. അപ്പോൾ കല്യാണ ചേച്ചി വന്നു, ഓക്കെ നമുക്കൊന്ന് അവിടെ പോയി മാല വാങ്ങിക്കാം. അപ്പം അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴേലും ഞാനും ഹാപ്പിയാണ്. കാര്യം അല്ലെങ്കിൽ എനിക്കും ഭയങ്കരമായിട്ട് സ്റ്റാർട്ടിങ് ട്രിപ്പിൾ ഉണ്ട്. ആരെങ്കിലും വന്ന് ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കും അങ്ങനെയല്ല, എനിക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് എന്ത് ഞാൻ പറയുന്നുള്ള കാര്യം ഓർത്തിട്ട് ഞാനിങ്ങനെ ബ്രെയിനിൽ ഇങ്ങനെ പല 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 കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് ഹായ് പറയണം, ഓക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കല്യാണ ചേച്ചി കണ്ടതും വന്ന് സംസാരിച്ചപ്പോഴേലും ഞാനും ഓക്കെ ആയി, ഓണായി. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ സംസാരിച്ചു. പിന്നെ സിച്ചേട്ടനുണ്ടായിരുന്നു, നല്ല കമ്പനിയാണ്. അപ്പം ആ ഒരു ബോണ്ട് സെറ്റായി. അപ്പോഴേലും സയ്യിദും നെറിനും രവീനയും വന്നു. പിന്നെ റൂമിൽ എത്തിയപ്പോഴേലും നമ്മൾ ഫ്ലൈറ്റിൽ പോയി, അവിടെ നിന്ന് അവിടെ എത്തി, റൂമിലെത്തി 2 വർത്താനം പറയുമ്പോഴേലും എല്ലാവരും സെറ്റായി. പിന്നെ എന്താ പറയുക, ആ ഒരു കുറേ കഥകൾ ഇങ്ങനെ പറയാ, ഡൽഹി പോയ കഥകൾ, അവിടെ നിന്നുണ്ടായ അബദ്ധങ്ങൾ, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് കണക്റ്റായി. അങ്ങനെ അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി, ബോണ്ടും കാര്യങ്ങളും എല്ലാവരുടെയും നല്ല കാര്യം പറയുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കല്യാണ ചേച്ചി ഉണ്ടെങ്കിൽ ഫുൾ സിറ്റുവേഷൻ ഓൺ ആയിരിക്കും. അതെന്തൊക്കെയാണെങ്കിലും ആ ഒരു കല്യാണ ചേച്ചിയുള്ള റൂമാണെങ്കിൽ ഭയങ്കര ലൗഡായിരിക്കും. ഒരു ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ കല്യാണ ചേച്ചിനെ പോലുള്ള ഒരാൾ വേണം. അങ്ങനെയാണെങ്കിൽ ട്രിപ്പ് നമുക്ക് ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മടിയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വൈബ് ഉണ്ടാകത്തില്ല. പക്ഷേ എങ്കിൽ കല്യാണ ചേച്ചിനെ പോലുള്ള ഒരാൾ മതി ആ ട്രിപ്പ് കംപ്ലീറ്റ്ലി ഓൺ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും. അങ്ങനെ പിന്നെ വീണനെ പറ്റി പറയുകയാണെങ്കിൽ ഡാൻസർ ഫുൾ ടാലൻറ്റഡ് ആണ്. ഡാൻസറാണ്, അടിപൊളിയായിട്ട് ക്രാഫ്റ്റ് ചെയ്യും, എല്ലാം ചെയ്യും. എന്താ കയ്യിലില്ലാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. വീഡിയോസ് എടുക്കുന്നതിലാണെങ്കിലും എഡിറ്റ് ചെയ്യുന്നതിലാണെങ്കിലും സംസാരിക്കുന്നതിലാണെങ്കിലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് അഡ്വൈസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട്, അതായത് അഡ്വൈസ് ഇൻ ദ സെൻസ്, എന്നാൽ നിനക്കത് ചെയ്തുകൂടെ, നീ അത് ചെയ്തോ, അതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ നമുക്കൊരു വലിയ ഒരാളെടുത്ത് പറയുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതും ഒക്കെ രവീണ ചേച്ചിയാണ്. രവീണ ചേച്ചിയല്ല, രവീണയാണ്. ഞാൻ ഇടയ്ക്ക് ചേച്ചിന്ന് വിളിക്കും, കല്യാണിനി ഞാൻ ചിലപ്പോൾ ചേച്ചിന്ന് വിളിക്കും, കല്യാണി ചേച്ചി, കല്യാണി, രവീണ ചേച്ചി. ഓക്കെ. പിന്നെ നെറിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആണ്. എന്താ പറയുക, നമ്മളുടെ അടുത്ത് കുറച്ച് സമയം എടുക്കും. എന്നെപ്പോലെ തന്നെയാണ്. പക്ഷെ എന്നെപ്പോലെയല്ല, ഞാൻ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ വളവളവളവളവളവളാന്ന് സംസാരിക്കാം. പക്ഷെ നെറിൻ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു റിസർവ്ഡ് ആയിട്ടുള്ള, പക്ഷേങ്കിൽ അടിപൊളി വൈബാണ്. നമുക്ക് എന്താ പറയുക, ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഓണാവും. നമുക്ക് ഓക്കെയാണ്. എല്ലാ വൈബിലുള്ള ഓരോരുത്തരുണ്ടെങ്കിലാണല്ലോ നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഓണാവുക. അങ്ങനെ നെറിൻ ആ സൈഡിൽ പിന്നെ ഭയങ്കര ടാലൻറ്റഡ് ആണ്. വീഡിയോസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിലും എഡിറ്റിങ്ങിലാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ പറയുക, നമ്മൾ നോക്കിക്കാണുന്ന ഒരു ബ്യൂട്ടി വ്ളോഗർ അല്ലെങ്കിൽ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെറിന്. പിന്നെ സയ്യിദ്, ഓഫ് കോഴ്സ് സയ്യിദ് എന്താ പറയുക, അവനും ഈ പറഞ്ഞതുപോലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കാർഡ് ഫുള്ളായി ഗൈസ്. അപ്പം ഞാൻ എവിടെയാണ് സംസാരിച്ച് നിർത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, സയ്യിദിനെ കുറിച്ചാന്ന് തോന്നുന്നു. സയ്യിദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സയ്യിദ് ഭയങ്കര പാവമാണ്. എല്ലാവരും പാവമാണ്. പക്ഷെ സയ്യിദ് എന്താ പറയുക, വേഗം പറ്റിക്കപ്പെടും. എടാ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്തു കൊടുക്കും. അവന് ചിലപ്പോൾ മുൻപൊരു പണി കിട്ടിയതായിരിക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, പാവം, ആ ഒരു മട്ടാണ്. അങ്ങനെ ഭയങ്കര പാവമാണ്, ഭയങ്കര കൂളാണ്, ഭയങ്കര പാവമാണ്. പിന്നെ അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു സിറ്റുവേഷനോടും അങ്ങനെ വലുതായിട്ട് നോ ഒന്നും പറയത്തില്ല. അവൻ ട്രൈ ചെയ്ത് നോക്കും. ഇപ്പം കോണ്ടന്റ് ക്രിയേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എല്ലാ കാര്യത്തിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരെയും പറ്റിയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയണ്ടേ. ഇനി എന്നെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാം. ഞാൻ എന്നെ പറ്റി പറയണേ ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. ഓക്കെ.
ഈ പ്രഗ്നൻസി റിവീൽ മുന്നേ ഇട്ട വീഡിയോസ് എല്ലാം നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചതാണോ? ബിക്കോസ് 2 days മുൻപേ ഉള്ള വീഡിയോസ് പോലും വയറ് കണ്ടാൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിയില്ലല്ലോ. അതെന്താ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ എപ്പോഴും കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സാണ് ഇടുക. എനിക്കിഷ്ടം ലൂസ് ഫിറ്റാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് നമുക്ക് വലുതായിട്ടൊന്നും വയറ് വരാനുള്ള സമയമായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഛർദ്ദിച്ച് ഞാൻ പണ്ടാരടങ്ങിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വെയിറ്റ് ലോസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എനിക്ക് എന്താ പറയുക, വയറ് വലുതായിട്ടില്ല. എനിക്കൊരു ഡിസംബർ ലാസ്റ്റ് ആ ഒരു മുൻപ് ഇച്ചിരി ഉണ്ടായിരുന്നു. ലൈക്ക് അവിടെ നിന്ന് ഡിസംബർ ലാസ്റ്റ് ഒരു 4th, ഇതൊക്കെയാണോ പറയുന്നത്, ഡിസംബർ ലാസ്റ്റ് ജാൻ 1st ഒക്കെ ആയപ്പോഴാണ് ഇച്ചിരി ഒന്ന്, ഇപ്പോഴും വലുതായിട്ടൊന്നും വയറില്ല, എന്താ പറയുക, ഒരു ഇച്ചിരി ഉണ്ണി വയറെന്നൊക്കെ പറയത്തില്ല, അതുപോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുൻപ് എടുത്തു വെച്ച വീഡിയോസ് ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ വീഡിയോ ഉണ്ട്. എപ്പോൾ എടുത്തു വെച്ചാന്നറിയോ? അത് ജൂലൈയിൽ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അത് എന്നും ഞാൻ എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല. ഞാൻ വിചാരിക്കും എഡിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ വിചാരിക്കും ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം മെൻസ്ട്രൽ കപ്പ് എനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അന്ന് ഞാൻ എടുത്ത് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ചെറിയ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്ത് ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പം ഞാൻ iCloud നിന്ന് അത് തപ്പിപ്പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്തൊരു വീഡിയോ ആണ്. മേ ബി ഞാൻ അടുത്തെങ്ങാണ്ടും, ഞാൻ എന്തായാലും കഷ്ടപ്പെട്ടല്ലേ, വീഡിയോ ഒന്നും ഇടാനില്ലെങ്കിൽ ഞാൻ അതെപ്പോഴെങ്കിലൊക്കെ ഇട്ടു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇല്ലാത്തതൊക്കെ ഞാൻ എനിക്ക് ഇച്ചിരിയെങ്കിലും എനർജി ഉള്ള സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെയും ഹരിയുടെയും റിയാക്ഷൻ എന്തായിരുന്നു? എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു സംഭവം. ലൈക്ക് എനിക്കത് റിയാലിറ്റി ഹിറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് അത്യാവശ്യം കുറച്ച് സമയം എടുത്തു. ഹരി വാസ് സൂപ്പർ ഹാപ്പി. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആ ഒരു പോയിന്റിൽ, അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും പറയാം. അതായത് ഞാൻ ഓഗസ്റ്റിൽ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഉള്ള കാശൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടിട്ടു. ഓൾറെഡി നമുക്ക് ഇപ്പം എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം, ഒരുപാട് നാൾ സ്വപ്നം കണ്ടു, ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേലും ഇപ്പം പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് അതിൻ്റെ പുറകെ എന്താ പറയുക, ഈ വൊമിറ്റിംഗ് ഒന്നും എൻ്റെ മനസ്സിൽ പോലും സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നറിയാമല്ലോ. അപ്പം ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യും, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ആയിരുന്നു. ഇനീഷ്യൽ തോട്ടാണ് പറയണം കേട്ടോ, ഇനീഷ്യൽ തോട്ട്, സത്യസന്ധമായിട്ടുള്ള ഇനീഷ്യൽ തോട്ട്. അതിന് ശേഷം ലൈക്ക് ഐ വാസ് സൂപ്പർ ഹാപ്പി. ഒരു എന്താ പറയുക, എല്ലാം ഓൺ പെർഫെക്റ്റ് ടൈം. അതങ്ങനെ ആണെന്ന് പറയത്തില്ല, എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ്. ഒരു 23, 24, 25 വരയ്ക്കും ഭയങ്കരമായിട്ടുള്ള ലൈക്ക് മെൻ്റലി ആണെങ്കിലും ഭയങ്കര എന്താ പറയുക സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരു സ്വന്തമായിട്ട് ഏൺ ചെയ്യാത്തതിൻ്റെ സങ്കടം, സ്വന്തമായിട്ട് ഒരു കാര്യം വിചാരിച്ച പോലെ നടക്കാത്തതിൻ്റെതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്താണ് എൻ്റെ ലൈഫ് ഇങ്ങനെ, ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ, എല്ലാം പോട്ടെ, വിചാരിച്ച പോലെ നടക്കണ്ട, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ എന്നാലോചിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനൊരു ഷിഫ്റ്റ് ദൈവം സഹായിച്ച് ഞാൻ എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. എല്ലാം എൻ്റെ ലൈഫിൽ അതിന് ശേഷം വന്നേക്കുന്ന എല്ലാം, അതിന് മുൻപ് വന്നിട്ടുള്ള കാര്യങ്ങൾക്കും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ബിക്കോസ് അങ്ങനെയുള്ളൊരു ലെസൺ, ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഇന്ന് പലതും ഓക്കെ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ പറയത്തില്ലേ ആലോചിച്ചും കൊണ്ട് ചെയ്യണം, ആ ഒരു ഏജിൽ കിട്ടിയ പണികളും അടികളും ഈ ഒരു ഏജിൽ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പല കാര്യത്തിലും ഞാൻ ഓക്കെ എന്ന് പറയാം, നമുക്കൊരു സംഭവം ഉണ്ടാവുമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അറിയത്തില്ല ഗൈസ്, എൻ്റെ കിളി പോയി തുടങ്ങി, സ്വിച്ച് ഓഫ് ആവാൻ തുടങ്ങി. അതിനേക്കാളും മുൻപ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാട്ടോ. എൻ്റെ വീട് വന്നിട്ട് കാലിക്കറ്റ് വടകരയാണ്. സർപ്രൈസ് തരാൻ വന്നപ്പോൾ ചേച്ചിക്ക് എങ്ങനെ നേരത്തെ മനസ്സിലായത്? ബിക്കോസ് ചേച്ചിയല്ലേ അവരെ പിക്ക് ചെയ്യാൻ സ്റ്റേഷനിലെത്തിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായി സ്റ്റോറി, അതുകൊണ്ട് അത് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ
ഈ ഒരു സാധനം ശരിക്കും ഉള്ളതാണോ, ഇത് വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ ഇത് എന്താ സംഭവം, അതിനെന്ത് പ്രശ്നമുണ്ടോ, ഇത് കറക്റ്റാണോ? ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇപ്പം ശരിക്കും അത് ആദ്യം ഒറ്റ വര വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറ്റ വര മാത്രം വരണം, 2 വരയല്ലേ വരേണ്ടത്, അതാണല്ലോ ശരി, നീ ആലോചിച്ച് കൂട്ടും. 2 വര വന്നു കഴിഞ്ഞാൽ ഈ സാധനം ചീത്തയാണല്ലോ, അല്ല ഐ മീൻ ഈ സാധനം വല്ല ചീത്തയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ വരെ, ഇതെന്ത് സംഭവം, അതിന് വേണ്ടിയിട്ട് കുറേ വീഡിയോസ് കാണും, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ കുറേ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും. അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ റിയാക്ഷൻ ടോട്ടലി എനിക്ക് പോലും അറിയത്തില്ല എന്തായിരുന്നു റിയാക്ഷൻ. ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത് മാത്രം എനിക്ക് ഒരു സാധനം എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം എത്ര വീക്കായി, 19th വീക്ക് ഇപ്പോൾ കഴിഞ്ഞു, 28th വീക്ക് ആവാൻ വേണ്ടി പോവാണ്. കൺസീവ് ആയതിനു ശേഷം കൺസീവ് ആയതിനു ശേഷം എനിക്കൊരു റുട്ടീനൊന്നുമില്ല കേട്ടോ. ഇനി റുട്ടീനൊക്കെ ഫോളോ ചെയ്യണം. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, റുട്ടീൻ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല ഇതുവരെയ്ക്കും. കഴിക്കാൻ പറ്റുന്ന കഴിക്കും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ചീത്ത എല്ലാവരുടെ നിന്ന് കിട്ടിയതുകൊണ്ട് ഞാൻ ഛർദ്ദിച്ചാലും കുഴപ്പമില്ല, എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് കഴിക്കും, പക്ഷെ അത് ഛർദ്ദിക്കും. അതുകൊണ്ട് വേറെ വലിയൊന്നും എന്നെയും കൊണ്ട് ഒരു റുട്ടീൻ പോലെ ഒന്നും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഒരുപാട് സ്കിൻ കെയർ പരീക്ഷണങ്ങൾ, ഇൻ ദ സെൻസ് ഇപ്പം ഹോം റെമഡീസ്. എനിക്ക് അത്യാവശ്യം സ്ട്രെസ് എടുക്കുന്നതുകൊണ്ടും ഉറക്കക്കുറവായതുകൊണ്ടും എനിക്കിപ്പം രാത്രി ഇപ്പം നമ്മൾ കിടക്കുമ്പോഴൊക്കെ ഇപ്പോൾ ശ്രദ്ധിച്ച് കിടക്കണം, ചിരിഞ്ഞ് കിടക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഞാൻ പണ്ടൊക്കെ ഒരു ബോധമില്ലാണ്ട് ഉറങ്ങണ ഒരാളാണ്. ഇപ്പോൾ ചെരിഞ്ഞ് കിടന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോഴേലും അതിന് ഉള്ളിൽ നിന്ന് ഞെട്ടും. ഓക്കെ, ചെരിഞ്ഞ് ഈ സൈഡ് വേദനിക്കാൻ തുടങ്ങി, മെല്ലെ ചെരിഞ്ഞ് കിടന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞെട്ടി ഞാൻ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് തിരിഞ്ഞ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് തിരിഞ്ഞ് കിടക്കുമ്പോഴേലും എൻ്റെ ഉറക്കം പാതിപ്പോവും, പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അത് ഉറങ്ങി തന്നെ തീർക്കണം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് റെമഡീസ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ നാളെ ട്രൈ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഞാൻ കുറേ ഹെയർ കെയർ സാധനങ്ങൾ, കുറേ ഇപ്പം എണ്ണ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി, താരം പോകാനുള്ള എണ്ണ. ചേച്ചി വരുമ്പോഴേലും ഒരു ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി, അങ്ങനെ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ലിപ് മാസ്ക് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ചുമ്മാ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കാണും, ചുമ്മാ ഇരിക്കുകയാണ്. അങ്ങനെ അത് എനർജി ഒന്നും ഇല്ല, എന്നാലും ആ ഒരു സൈഡിൽ പോകുമ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ആ ഒരു വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഐ മീൻ സംഭവം എനിക്ക് പരീക്ഷ വിജയിച്ച സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. പ്രഗ്നൻസി വീഡിയോ എന്താ അപ്ലോഡ് ചെയ്യാത്ത, എടുത്തിട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ഇങ്ങനെ എടുക്കണം ആ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഈവൻ സ്കാനിങ്ങിന് പോകുമ്പോൾ പോലും ഞാൻ സ്കാനിങ്ങിന് പോകുന്നതിനേക്കാളും മുൻപേ ഞാൻ ഭയങ്കര പ്ലാൻ ചെയ്യും. ഈ ഒരു 3rd month വരെയുള്ള സ്കാൻ അല്ല കേട്ടോ പറയുന്നത്, 5th month. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ടെൻഷനായിരിക്കും. അയ്യോ അടുത്ത ഞാനാണല്ലോ, എന്താ ഫോണൊക്കെ എടുത്തിട്ടായിരിക്കും പോയിണ്ടാവുക. അവിടെ എത്തി സ്കാൻ ചെയ്യുന്നതിനേക്കാളും മുൻപ് ഞാൻ അമ്മയ്ക്ക് അങ്ങ് കൊടുക്കും. അമ്മ കയ്യിൽ വെച്ചു, എന്തായാലും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ജസ്റ്റ് വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന മൊമെൻറ്റിൽ എന്തെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഓക്കെ അങ്ങനെയല്ലാതെ, ഐ മീൻ നമ്മളിനെ അല്ല, ഇപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഫയൽ ചെയ്തിരി അങ്ങനെ എന്തെങ്കിലും ആ ഒരു ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രമായിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുക. പിന്നെ എൻ്റെ കിളി മൊത്തം പോയതായിരിക്കും. പിന്നെ ഞാൻ അയ്യോ കൃഷ്ണ ഒരു വരപ്പാവൊന്നും ഉണ്ടാവല്ലേ, നല്ല കാര്യങ്ങൾ മാത്രം പറയണേ എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാറില്ല ഗൈസ്, അതാണ് മെയിൻ സാധനം. അതുകൊണ്ട് എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ വേണമെങ്കിൽ ഞാൻ പിന്നെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓക്കെ എടുക്കണം എന്നുള്ള രീതി പോയാൽ ചിലപ്പോൾ മേ ബി എടുക്കുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. 5th month വരെയുള്ള സംഭവങ്ങളൊന്നും ഞാനങ്ങനെ എടുത്തൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് പ്രഗ്നൻസി ക്രേവിങ്സ് ഇല്ലേ എന്നുള്ളത്. എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റിയാൽ മതി, ചോറായിട്ടോ പഴമായിട്ടോ എന്തെങ്കിലും. ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഇതുവരെയ്ക്കും. അങ്ങനെ തന്നെ എനിക്കങ്ങനെ കഴിക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഫ്രൂട്ട്സിലെല്ലാം ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അനാറ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ പേരക്ക ഞാൻ കുറച്ച് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം പാതി, ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കഷ്ണം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അയ്യോ ഛർദ്ദിക്കാൻ അങ്ങനെ ഒന്നും എനിക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ല. എനിക്ക് ആകെ സെറ്റായിട്ട് ഫീൽ ചെയ്തിരിക്കുന്ന സ്ട്രോബെറി ആണ്.
അതാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് ഈ ഒരു ബോക്സിൽ ആകെ 4 മര്യാദയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. ഫസ്റ്റിലുള്ള ആ ഒരു നമ്മൾ ആദ്യം കാണുന്ന സംഭവങ്ങളില്ലേ അത്. അപ്പോൾ ഇന്ന് എന്തോ എനിക്ക് തോന്നിയിട്ട്, ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ സ്ട്രോബെറി ഡയറി മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്ന. കുറേ ആൾക്കാർ ഉണ്ടായി ഒന്നിനും കൊള്ളത്തില്ല നീ ചുമ്മാ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നേരം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് കഴിക്കാനും എനിക്ക് ഭയങ്കര പേടിയാണ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 3 months ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വൊമിറ്റിംഗ് ആയിരുന്നു എന്ന്. അപ്പോൾ ഈ ഛർദി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം എനിക്ക് എന്താ പറയുക, ഈ ചവർപ്പും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് എനിക്കുള്ള ആകെയുള്ള സൊല്യൂഷൻ ചോക്ലേറ്റ് എന്തെങ്കിലും കഴിക്കാന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യത്തിലേറെ ചോക്ലേറ്റ് ഒക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി പേടിയാണ്. എന്നാലും എനിക്ക് ഇന്നല്ല, ഐ മീൻ നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ ഇല്ല. സാറ്റർഡേ സൺഡേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും മൺഡേ എനിക്ക് വയ്യ, ഇനി മൺഡേ പോവാന്നുള്ള രീതിയിൽ ഇരിക്കുവാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട്, എനിക്കറിയത്തില്ല ഗൈസ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗറിൻ്റെ കാര്യത്തിൽ എന്താണെന്നുള്ള ഒരു തീരുമാനം അറിയാൻ വേണ്ടി പറ്റും. ടിപ്സ് ദാറ്റ് യു ക്യാൻ ഷെയർ ടു പ്രഗ്നൻറ്റ് ലേഡീസ്. ഗൈസ്, നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാം. എനിക്ക് ഒരു ടിപ്സ് ഇതുവരെയ്ക്കും അറിയത്തില്ല. ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇൻ ദ സെൻസ് സ്കിൻ കെയർ, ഹെയർ കെയർ എന്നുള്ള രീതിയിൽ. അത് വൈകാതെ ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യാം. ലൈക്ക് എന്താ സംഭവം എനിക്കറിയത്തില്ലല്ലോ, ഓരോരുത്തർക്ക് സെറ്റാകും. അപ്പം എനിക്കിപ്പോൾ സെറ്റായ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളത് വിശ്വസിച്ച് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് വർക്ക് ആയിട്ടില്ലെങ്കിലോ അല്ല അങ്ങനെ നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം ഓക്കെ പെർഫെക്റ്റ്ലി ഫൈൻ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അല്ലാതെ എനിക്കങ്ങനെ ടിപ്സായിട്ട് പറഞ്ഞു തരാനും മാത്രമുള്ള അറിവൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കുറേ ഇമോഷണൽ സംഭവങ്ങളിങ്ങനെ വേവ്സ് പോലെ വന്നുകൊണ്ടിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ട്രിഗേർഡ് ആവും. എനിക്കങ്ങനെയാണ് കേട്ടോ, എനിക്കറിയത്തില്ല. പിന്നെ പെട്ടെന്ന് സങ്കടം വന്നു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര വിങ്ങിയിട്ടാ വരിക. അങ്ങനെയൊന്നുമല്ല, സങ്കടം വന്നു കഴിഞ്ഞാൽ എനിക്ക് സൈലൻ്റായിട്ട് കരയാനും അറിയാം, ഇങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോൾ വരുമ്പോഴേലും കണ്ണിന്ന് ആദ്യം തന്നെ 1 ലിറ്റർ വെള്ളം വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മോഡാണ്. അതുകൊണ്ട് പല കാര്യങ്ങളിലും അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സങ്കടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മൾ പല വീഡിയോസൊക്കെ കാണുമല്ലോ, ചില സിനിമ കാണും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ സംഭവമായിരിക്കും, പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അതല്ലാതെ ഫുഡ് എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്ന എന്താണോ അതാ ഞാൻ കഴിക്കുന്നത്. ഇപ്പം കടല കഴിക്കൂ, ചെറുപയർ കഴിക്കൂ, അങ്ങനെ കഴിക്കൂ, ഇങ്ങനെ കഴിക്കൂ എന്നൊക്കെ പറയുന്നത് എനിക്ക് മസാലാസ് ചേർത്ത ഒരു സാധനം, ഇൻ ദ സെൻസ് എപ്പോഴും കഴിക്കാൻ പറ്റത്തില്ല. ചിക്കൻ കറിയൊക്കെ ചില സമയം കഴിക്കാം, ആണ്ടിനും സംക്രാന്തിക്ക് ഒരു മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ. ഇപ്പം എന്താ പറയുക, ഞാൻ ചിക്കൻ വറുത്തിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതും എനിക്ക് ഒരൊറ്റ പീസ് അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ വായിലൊരു എന്താ പറയുക ചവർപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യും. മീൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതായത് എനിക്ക് മുളകിട്ട മീൻകറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതിയായിരുന്നു. ഞാൻ അത് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം. പക്ഷെ അത് എനിക്ക് വായിൽ വെക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. സ്മെല്ല് ചെയ്യുമ്പോഴേലും പക്ഷെ വായിൽ വെക്കുമ്പോഴേലും അയ്യോ എനിക്ക് വേണ്ടത് എന്താ, ഇങ്ങനെ ആ ഒരു ഫീലാണ്. അപ്പോൾ എനിക്ക് എന്താണോ കഴിക്കാൻ വേണ്ടി പറ്റുന്നത്, പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ തട്ടിമുട്ടൊക്കെ പോകണു ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഉണ്ടെങ്കിൽ പറയാൻ. എൻ്റെ അവസ്ഥ ഇച്ചിരി കഷ്ടമാണ്. പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ചെയ്യാവോ? ഇനി എന്തായാലും വരത്തില്ലടാ. ഇതെല്ലാത്തിനും കൂടിയിട്ട് നിങ്ങൾക്കൊരു ആൻസർ തരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഫുൾ. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം കുറേ നേരമായി, നിർത്താനുള്ള സമയമായി. നിങ്ങൾ കണ്ടിരിക്കത്തില്ല എന്ന് തന്നെ എൻ്റെ ഒരുപാട് നേരമായി കഴിഞ്ഞാൽ കണ്ടിരിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ചേച്ചി യൂട്യൂബ് തുടങ്ങാനുള്ള കാര്യം, ഞാൻ യൂട്യൂബ് തുടങ്ങാനുള്ള കാര്യം എനിക്ക് അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ചോദ്യത്തിന് യൂട്യൂബ് തുടങ്ങാനുള്ള കാര്യം എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. ആ സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ നമുക്ക് ഏൺ ചെയ്യാന്നുള്ളൊരു ഓപ്ഷനൊക്കെ കണ്ടു. പക്ഷേങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണെന്ന് അപ്പോഴാണ് അറിഞ്ഞത്. ആ ഒരു പൈസ എന്നുള്ളൊരു ഫാക്ടറാണ് എന്നെ അട്രാക്ട് ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അത് ചെയ്തു വരുമ്പം ആ പൈസ എന്ന് പറയുന്ന ഫാക്ടറിനേക്കാളും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ. പണ്ടേ എനിക്ക്
പണ്ട് എനിക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കും. ഞാൻ ചുമ്മാ ഇങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള നമുക്കിപ്പോൾ ഒരു ഹാപ്പി ഹോർമോൺ റിലീസ് ചെയ്യില്ല. അങ്ങനെയുള്ളൊരു ഹാപ്പി ഹോർമോൺ എനിക്ക് ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ ഓക്കെ ഒരു സന്തോഷം, ഒരു മനസ്സമാധാനം, അതും ഒരു റീസണാണ്. അതൊരു വൺ ഓഫ് ദി മെയിൻ റീസണാണ്. എനിക്കിതല്ലാതെ വേറൊരു പണി എന്നിപ്പോൾ ആലോചിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ഏകദേശം എല്ലാം ആർ യു പ്രഗ്നന്റ് സീരിയസ്ലി? യെസ് ഗൈസ്. ഡീകൺസ്ട്രക്ട് ലിപ് ബാം നല്ലതാണ്. നല്ലതാടാ, ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാം നല്ലതാണ്. പിന്നെ വിഷ് കെയറിന് നല്ലതാണ്. ഡെർമാക്കോടെ കോജിക് ആസിഡ് പിഗ്മെന്റേഷൻ മാറാനാണെങ്കിൽ അത് നല്ലതാണ്. യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് എൻ്റെ ലൈഫ് കുറേയൊക്കെ മാറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി. പിന്നെ കുറേ കാര്യങ്ങൾ മാറി ഗൈസ്. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു അറിയത്തില്ല ഗൈസ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണെന്ന്. എനിക്ക് എൻ്റെ ബ്രെയിൻ ഓഫായി, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് എൻ്റെ എനർജിയൊക്കെ പോയി. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് കഴിച്ചേക്കണ എന്താണ്, രാവിലെ എന്തായിരുന്നു കഴിച്ചത്? ഒരു ചപ്പാത്തി രാവിലെ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് ചോറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു ചെറിയ കഷ്ണം പഴം. ഫുള്ളും കഴിക്കാൻ വേണ്ടി പറ്റില്ല, പാതി കഴിച്ചുള്ളൂ. ഇത്രയും കഴിച്ചതിൻ്റെ എനർജിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിപ്പോൾ ഞാൻ ഓവറായിട്ട് സംസാരിക്കുമ്പോഴേലും ഭയങ്കരമായിട്ട് എനർജി എവിടെയോ എന്തോ വലിഞ്ഞു പോകുന്നു ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് ആലോചിച്ചും കണ്ട് ഉത്തരം പറയാൻ പറ്റാത്ത. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് കാണാനാണ് താല്പര്യം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം സ്ട്രെങ്ത് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ബൈ പറയാമല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ബൈ ഗൈസ്.